ഹായ് ഫ്രണ്ട്സ്, സാബിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഹിന്ദി ബ്ലാക്ക് കോമഡി മൂവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സിനിമയുടെ പ്ലോട്ട് നോക്കാം നമുക്ക് ആദ്യം തന്നെ. നമ്മുടെ നായിക ഇഷ്ടമില്ലാതെ ഒരു കല്യാണം കഴിക്കുകയാണ്. ഇഷ്ടമില്ലാതെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും. ഇഷ്ടമില്ലാതെ ആയിരിക്കും കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് മുംബൈയിലെ തെരുവിലായിരിക്കും ഇവർക്ക് ജീവിക്കേണ്ടി വരിക. ആ ഒരു ജീവിതത്തിനിടയിൽ നായികയ്ക്ക് നേരിടേണ്ടി വരുന്ന മെൻ്റൽ ഡിപ്രഷൻ കൊണ്ട് ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെ എന്നുള്ള കാണിക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമയുടെ പേര് വരുന്നത് സിസ്റ്റർ മിഡ്നൈറ്റ് എന്നാണ്. രാധിക ആപ്തെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. ഫിലിം ഫെസ്റ്റിവലിലൊക്കെ അവാർഡ് വിന്നർ ആയിട്ടുള്ള സിനിമയാണ്. 2024 കാൻ ഫെസ്റ്റിവലിൽ ഒക്കെ പ്രദർശിപ്പിച്ച സിനിമയായിരുന്നു സിസ്റ്റർ മിഡ്നൈറ്റ് എന്ന സിനിമ എന്നുള്ളത്. ഒരു അഡൽട്ട് മൂവി കൂടിയാണ്, ഒരു എ സർട്ടിഫിക്കറ്റ് മൂവി കൂടിയാണ്. അതായത് നമ്മുടെ രാധിക ആപ്തയുടെ ഒരു ന്യൂഡ് സീൻ ഒക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ സ്റ്റോറി അവർ സ്ലോ പേസ്ഡ് ആയിട്ടാണ് സിനിമ പോകുന്നത്. ഒരു അവാർഡ് മൂവി എന്ന് പറയാനല്ല, ആ ഒരു ആഡ് മൂവി എന്നുള്ള ഒരു അവാർഡ് മൂവി എന്നുള്ള ആ ഒരു ഇതിലാണ് സിനിമയുടെ മുന്നോട്ടുള്ള പോക്ക്. ഡയലോഗുകളൊക്കെ വളരെ കുറവാണ്. അത് നമ്മൾ പിന്നെ ആ ഒരു രാധിക ആപ്തയുടെ ആ ഒരു നടത്തവും ആ ഒരു ശരിക്കൊരു കോമിക് എന്താ പറയുക ഒരു ആനിമേഷൻ ഒരു കാർട്ടൂൺ സിനിമ കാണുന്നത് പോലെയൊക്കെ നമുക്ക് ഫീലാവും. ഓരോ എക്സ്പ്രഷൻസും മറ്റു കാര്യങ്ങളൊക്കെ. രാധിക ആപ്തെ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളതാണ്. ഒരു ബ്ലാക്ക് കോമഡി മൂവിയാണ്. ഒരുപാട് ചിരിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട്, അതുപോലെ തന്നെ ചിന്തിപ്പിക്കുന്ന കുറേ സീനുകളുണ്ട്. എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഒരു 1.25 മണിക്കൂർ സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. പിന്നെ ഇവൾ ചെയ്ത് കൂട്ടുന്ന സംഭവങ്ങളുണ്ട്, ഇവളുടെ ഭാവനകൾ, ആ ഒരു പിന്നെ ഡിപ്രഷൻ മൂലം സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ, അതൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് നമ്മൾ എന്താണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മളിൽ മനസ്സിലാക്കി വരും. ആ രീതിയിലാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ അവസാനം ആ ഒരു കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും കാര്യങ്ങളൊക്കെ അത് രസമുണ്ടായിരുന്നു. നമ്മൾ കണ്ടിരിക്കാം. ഒരു പരീക്ഷണ ചിത്രം എന്നൊക്കെ പറയാം. ഒരു വെറൈറ്റി മോഡിലെടുത്തൊരു സിനിമ എന്നുള്ള പറയാം. നമ്മൾ കണ്ടുമെടുത്ത ക്ലീശ സംഭവങ്ങളൊക്കെ ആ ഒരു രീതിയിലല്ല ഒരു മേക്കിംഗ്. ഈ ഒരു സിനിമയുടെ മേക്കിംഗ് എന്നുള്ള ഒരു വ്യത്യസ്തമായ മേക്കിംഗ് ആയിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടാൻ കാരണം കിട്ടില്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എനിക്ക് നൈസ് മൂവി അങ്ങനെ പറയാം, ഇഷ്ടപ്പെട്ടു. കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളതാണ്. സിനിമയിൽ പിന്നെ വേറൊരു കഥാപാത്രം എന്നുള്ളത് അശോക് പഥക്കാണ്. അശോക് പഥക്ക് പിന്നെ രാധിക ആപ്തയുടെ ഹസ്ബൻഡായിട്ട് വന്ന്, പിന്നെ ഛായ കഥം, സ്മിത താംബെ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. കരൺ കാന്താരിയാണ് ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പം ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഒരു സ്ലോ പേസ്ഡ് പിന്നെ ഒരു എക്സ്പീരിയൻഷ്യൽ മൂവിയാണ്. എല്ലാവരുടെയും കപ്പിൽ ഒരു ചായ അല്ല എന്താ പറയുക നോട്ട് എവരി വൺ കപ്പ് ഓഫ് എ ടീ എന്ന് പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് സംഭവമല്ല. കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഒരു പരീക്ഷണ ചിത്രമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കിഡിലൻ സിനിമ എന്നൊന്നല്ല, പിന്നെ ഒരു നൈസ് മൂവി. ആ രീതിയിൽ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പരീക്ഷണം. അത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക. അഡൽട്ട് മൂവി എന്ന് പറയാൻ കാരണം ന്യൂഡ് സീൻ ഉണ്ട്, അതുകൊണ്ടാണ് അഡൽട്ട് മൂവി എന്ന് പറയാൻ കാരണം എന്നുള്ളത്. വയലൻസ് ആയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും. ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.